പത്മശ്രീ പുരസ്കാര ജേതാവും നോക്കുവിദ്യ പാവകളി കലാകാരിയുമായ മൂഴിക്കൽ പങ്കജാക്ഷി അന്തരിച്ചു. 2020 രാജ്യം പത്മശ്രീ നൽകി ആദരിച്ചിരുന്നു. ഫോക്ലോർ പുരസ്കാരം ഉൾപ്പെടെ നിരവധി അംഗീകാരങ്ങളും പങ്കജാക്ഷിക്ക് ലഭിച്ചിട്ടുണ്ട്. അഖിലുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. അഖിൽ, മൂഴിക്കൽ പങ്കജാക്ഷി അന്ന് വാർത്തകളിലൊക്കെ പാവകളി കലാകാരി എന്ന നിലയിൽ ശ്രദ്ധിക്കപ്പെട്ടതാണ്. പത്മ പുരസ്കാരമൊക്കെ നേടുന്ന സമയത്ത് വലിയ രീതിയിൽ മാധ്യമ ശ്രദ്ധ നേടിയിരുന്നു. എങ്ങനെയായിരുന്നു അന്ത്യം, അഖിൽ? ഡോക്ടർ അരുൺകുമാർ, ഇന്ന് രാവിലെയായിരുന്നു കൂത്താട്ടുകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ വെച്ച് ഈ മരണം സംഭവിച്ചത്. വാർദ്ധക്യ സഹജമായ അസുഖങ്ങൾ ഉണ്ടായിരുന്നു. അതിനെ തുടർന്ന് ചികിത്സയിലായിരുന്നു. അതിനിടയിലാണ് ഇന്ന് രാവിലെ ഇത്തരത്തിൽ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്നതിനിടെ മരണം സംഭവിക്കുകയായിരുന്നു. 2020 ഇത്തരത്തിൽ ഈ പാവകളി, നോക്കുവിദ്യ പാവകളിയെ സമൂഹത്തിലെ മധ്യത്തിലേക്ക് വലിയ രീതിയിൽ പ്രചാരം നേടുന്നതിനൊക്കെ സഹായിക്കുകയും അതിന് വലിയ പങ്ക് വഹിച്ചതിന്റെ അടിസ്ഥാനത്തിൽ ആ ഒരു കാര്യങ്ങൾ കണക്കിലെടുത്ത് 2020 ഇത്തരത്തിൽ ഈ പത്മശ്രീ നൽകി രാജ്യം ആദരിക്കുന്ന സാഹചര്യം ഉണ്ടായത്. സംസ്ഥാന സർക്കാരിന്റെ ടൂറിസം വകുപ്പിന്റെ വെബ്സൈറ്റിലടക്കം ഈ നോക്കുവിദ്യാ പാവകളെക്കുറിച്ചും മൂഴിക്കൽ പങ്കജാക്ഷി അമ്മയെക്കുറിച്ചുമൊക്കെയുള്ള വിവരങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ വിദേശ രാജ്യങ്ങളിലടക്കം വലിയ രീതിയിൽ നോക്കുവിദ്യാ പാവകളി പ്രചാരത്തിലേക്ക് എത്തുകയും വിദേശ രാജ്യങ്ങളിലടക്കം ഈ കലാരൂപം കളിക്കുകയും ഒക്കെ ചെയ്തിട്ടുള്ള വ്യക്തിയാണ്. അതിനിടയിൽ ഈ വാർദ്ധക്യ സഹജമായ അസുഖങ്ങൾ ഉണ്ടായിരുന്നു. അസുഖങ്ങളെ തുടർന്ന് ചികിത്സയിലായിരുന്നു. അതിനിടയിലായിരുന്നു മരണം സംഭവിച്ചത്. മറ്റ് സംസ്കാര ചടങ്ങുകളും മറ്റു കാര്യങ്ങളും നാളെയാണ് ഉണ്ടാവുക എന്ന കാര്യത്തിൽ സർക്കാരിന്റെ ഔദ്യോഗിക ബഹുമതി അടക്കമുണ്ടാകും. ഇന്നിപ്പോൾ മോനിപ്പള്ളിയിലെ സ്വകാര്യ ആശുപത്രിയിലേക്ക് മൃതദേഹം കൊണ്ടുവന്നിട്ടുണ്ട്. മോർച്ചറിൽ സുശേഷം നാളെയായിരിക്കും സംസ്കാര ചടങ്ങുകൾ എന്നാണ്. ആ കാര്യത്തിൽ ഒരു തീരുമാനമായിട്ടില്ല. സമയം മറ്റ് ക്രമങ്ങളുമൊക്കെ പിന്നീട് തീരുമാനിക്കുമെന്നാണ് സർക്കാരിന്റെ ഔദ്യോഗിക ബഹുമതി അടക്കമുള്ള കാര്യങ്ങളിൽ പിന്നീടാണ് തീരുമാനമുണ്ടാവുക. എന്തായാലും ഇപ്പോൾ നിലവിൽ മനസ്സിലാക്കുന്നത് നാളെയായിരിക്കും സംസ്കാര ചടങ്ങുകളും പൊതുദർശനം അടക്കമുള്ള കാര്യങ്ങൾ ഉണ്ടാവുക. ഡോക്ടർ അരുൺകുമാർ. ഓക്കെ, അതാണ് നോക്കുവിദ്യ പാവകളി എന്ന പേരിലാണ് ആ കളി അറിയപ്പെട്ടിരുന്നത്. മൂഴിക്കൽ പങ്കജാക്ഷി, അതേപോലെ അവരുടെ കൊച്ചുമകൾ KS രജനിയൊക്കെ ഈ കലാവിദ്യയിൽ വളരെ പ്രഗത്ഭയാണ് എന്നുള്ളതാണ്. അധികമൊന്നും ആൾക്കാർ കണ്ടിരിക്കാൻ സാധ്യതയുള്ള ഒന്നല്ല എന്നുള്ളതാണ്. അപ്പോൾ ഇത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ആർട്ടിസ്റ്റ് ഈ ഒരു വുഡൻ സ്റ്റിക്കിലായിരിക്കും ഈ പാവകളെ ഘടിപ്പിച്ചിട്ടുണ്ടാവുക. അത് ലിപ്പ് ഉപയോഗിച്ച്, കൈ ഉപയോഗിച്ച്, വായ ഉപയോഗിച്ചൊക്കെയാണ് അതിൻ്റെ സ്ട്രിങ്ങുകൾ ഇങ്ങനെ ചെയ്യുന്നത്. വളരെ ശ്രമകരമായ ജോലിയാണ്. വളരെ അപൂർവമായി മാത്രം ചില കലാകാരികൾ ചെയ്യുന്നതാണ്. ഇതാണ് പ്രേക്ഷകർ കണ്ടത്. മൂഴിക്കൽ പങ്കജാക്ഷി അന്തരിച്ചു എന്ന വാർത്തയാണ് അഖിൽ പങ്കുവച്ചത്.